കൊട്ടിത്തീരാതോ മുല്ലയിരവുകൾ പത്തി എരിയാതോ ஜானதம் மரதம் தான் இங்கு உந்தன் கையில் சொர்க்கம் பிள்ளையிரவோ சொல்லாரவோ பிள்ளையொருவனை வேண்டிய உசிரோ கண்ணாளா என்னாளா பெண்ணாளா இன்னும் வரும் எந்தன் கதையே எந்தன் கதை இன்னும் வரும் எந்தன் கதையே எந்தன் கதை நி ச ச ச ச நி சரி ச ச ச நி ச ச ச ச நி சரி ச ச துரு தோம் த தீம் தன தோம் தன தோ தீம் தன தோம் தன தீம் தன தோ தீம் தன தோம் தன தீம் தன தோ காலை கனவினில் காதல் கொண்டேன் கண் விழித்தேன் அவன் காணவில்லை கண் விழித்தேன் அவன் காணவில்லை கண் விழித்தேன் அவன் காணவில்லை என்னோடு உன்னை ஒன்றாக்கும் வரை என்ன செய்தும் வழி தீரவில்லை கண்ணார கண்ணே என் கண்ணாளா என்னுள் மன காதலை கண்டாய கருமை கண்ட கண்ணோக்கி போய் சொல்லி நின்றாய போதும் போதும் என்னை சென்றாய காதல் வந்தாலும் போனாலும் பெண் என்ன செய்வாயோ மூத்த மழை இங்க கொட்டி தீராதோ. സൂപ്പർ, അടിപൊളി. ഇത് ശരിക്കും എങ്ങനെയാ ഇങ്ങനെ ഈ രണ്ട് വോയിസിൽ ഇങ്ങനെ നിങ്ങൾ പാടുന്നത്? അതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കണു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോ ഇതിലിപ്പോ ആ ഒരു പോർഷൻ ഉണ്ട്, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പോർഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മെയിൽ സിംഗറിന്റെ കാര്യം കേട്ടോ. അതായത് മറ്റേ പെണ്ണാളാ ആ സാധനം ആ പിച്ചിൽ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതായിരുന്നു എനിക്ക് ഈ പാട്ട് പാടുമ്പോഴുള്ള ഒരു മറ്റേത്. പിന്നെ ഒരു ഹൈ വരുന്നത് മുത്തുമഴയാണ്. അപ്പൊ അത് വെച്ചിട്ട് ആ ഒരു ഫീമെയിലിന്റെ ആ ഒരു ഫീൽ കൊടുത്തിട്ട് പാടി നോക്കിയതാണ്. ഓക്കെ, അടിപൊളി. ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ പാടുമ്പോൾ ഈ ത്രോട്ടിന് ഭയങ്കര ബുദ്ധിമുട്ട് വരുമോ? അത് രണ്ട് വോയിസ് എടുത്ത് ചെയ്യുമ്പോൾ പിച്ചൊക്കെ പാടുമ്പോൾ ശരിക്കും എന്താ നിങ്ങൾക്ക് എങ്ങനെയാ? അത് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഒന്നാമത് നമ്മൾ ഒറിജിനൽ വോക്കലിലല്ല പാടണേ. അത് മോഡുലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത്രയും ഹൈ നോട്ടിലോട്ടോ പാടണേ. അപ്പൊ അതിനനുസരിച്ചിട്ട് സ്ക്രാച്ച് വീഴും. ആക്ച്വലി ഞാനൊരു 6 മാസത്തോളം എന്റെ ശബ്ദം പോയിട്ടിരുന്നാണ്. എന്നോട് ഡോക്ടറിന് പാടാൻ പറ്റുന്നുണ്ടാവില്ല, എനിക്ക് ഈവൻ സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നിൽക്കണേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൈക്ക് ഉണ്ടായിരുന്നില്ല, നോർമൽ, അതായത് ഔട്ട്സൈഡ് പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അത് മഞ്ഞും എനിക്ക് ഇപ്പോൾ ഇവിടെ കുറച്ച് ആളുള്ളൂന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് നോർമൽ സൗണ്ട്, പക്ഷെ ആള് കൂടുന്നതനുസരിച്ച് എനിക്ക് എന്റെ വോക്കലിന്റെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടുതൽ കൂട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഞാൻ കൂടുതൽ ത്രോട്ട് ഇടങ്ങേറാക്കി പാടിയിട്ട് അത് സ്ട്രെസ് ചെയ്ത് പാടിയ കാരണം സ്ക്രാച്ച് വീണു തൊണ്ടയിൽ. എനിക്ക് പാടാൻ പറ്റുന്നില്ല. പല ഡോക്ടേഴ്സിനും മാറാൻ കണ്ടു. ലാസ്റ്റ് കണ്ട ഡോക്ടർ അത് ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടൊരു മരുന്ന് തന്നു. അത് 6 മാസത്തോളം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ മിണ്ടാണ്ട് എനിക്ക് പാട്ട് പാടാൻ പറ്റില്ലായിരുന്നു. കേൾക്കുക പഠിക്കുക എന്നൊരു സാധനം മാത്രം പ്രോസസ് ചെയ്ത് നിന്നിട്ട് അതിനുശേഷം വീണ്ടും ഇപ്പം നിങ്ങൾ കേൾക്കുന്നതിൻ്റെ ശബ്ദം അതല്ല എൻ്റെ ശരിക്കും ശബ്ദം. ഇതിനേക്കാൾ നല്ലൊരു ശബ്ദം എനിക്ക് പടച്ചോൻ തന്നിട്ടുണ്ടായിരുന്നു. അത് പോയി എന്ന് പറയില്ല, പോയനെ ഞാൻ ഇപ്പോൾ തിരിച്ചെടുത്തുകൊണ്ട്